കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഷോൾഡർ സ്ലോപ്പ് എന്താണെന്നുള്ളതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ എങ്ങനെയാണ് നമ്മുടെ തന്നെ ഒരു ബേസിക് ബോഡി പാറ്റേൺ നമുക്ക് റെഡിയാക്കി എടുക്കുക എന്നുള്ളത് നോക്കാവേ. അപ്പോൾ ഏറ്റവും ആദ്യം നമുക്കിവിടെ ഷോൾഡർ മാർക്ക് ചെയ്യാം. ടോട്ടൽ ഷോൾഡർ ബോഡി എന്നുള്ള അളവെന്ന് പറയുന്നത് 14 ഇഞ്ചാണ്. 14ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 7 ഇഞ്ച്. 7ൻ്റെ കൂടെ തയ്യൽ തുമ്പും കൂടെ കൊടുത്തിട്ടുള്ള മെഷർമെൻറ്റ് അതിവിടെ കൊടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ മിനിമം നെക്ക് വൈഡ് അതും നമ്മളിവിടെ മാർക്ക് ചെയ്യണം. ടോട്ടൽ ഷോൾഡർ ഡിവൈഡഡ് ബൈ 5 ചെയ്യുമ്പോൾ, അതായത് മൊത്തം ഷോൾഡറിനെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ആൻസർ, അതാണ് നമ്മൾ മിനിമം വൈഡായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി നമ്മൾ ആ ഏറ്റവും മുകളിൽ നിന്നുണ്ടല്ലോ, ആദ്യം 1/2 ഇഞ്ച് താഴത്തേക്കായിട്ട് ഒരു മാർക്കിംഗ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം 1 ഇഞ്ച് താഴത്തേക്കായിട്ട് ഒരു മാർക്കിംഗ് ചെയ്ത് കൊടുക്കുക. ആദ്യം വരച്ച 1/2 ഇഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ തയ്യൽ തുമ്പാണ്. അത് കഴിഞ്ഞിട്ടുള്ള 1 ഇഞ്ച് എന്ന് പറയുന്നതാണ് നമ്മുടെ ഷോൾഡറിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ സ്ലോപ്പ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ടോട്ടൽ ഷോൾഡർ ഡിവൈഡ് ബൈ 12 ആണ്. മൊത്തം ഷോൾഡറിൻ്റെ 12 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ആൻസറാണ് നമ്മുടെ സ്ലോപ്പ് എന്ന് പറയുന്നത്. അത് ഇതേപോലെ ലൈൻസ് കറക്റ്റായിട്ട് വരച്ചെടുക്കുക. നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത ആ 3 ഇഞ്ചിലെ മിനിമം നെക്ക് വൈഡ് എന്നുള്ള മെഷർമെൻറ്റ്, അത് നമ്മൾ ആ ലൈനിലും കൂടെ ഒന്ന് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി ഈ ലാസ്റ്റത്തെ ആ ലൈനും, അതായത് 1 ഇഞ്ച് നമ്മൾ താഴേക്ക് ആക്കി കൊടുത്തല്ലോ, ആ ലൈനും മിനിമം നെക്ക് വൈഡിൻ്റെ അവിടുത്തെ ലൈനും തമ്മിൽ ഇതേപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇവിടെ ആയിരിക്കണം നമ്മുടെ സ്റ്റിച്ച് തയ്യൽ വരേണ്ടത്. ഇനി നമ്മൾ തയ്യൽ തുമ്പ് കൊടുക്കുക. 1/2 ഇഞ്ചാണല്ലോ തയ്യൽ തുമ്പ്, അത് ഇവിടേക്കും കൂടെ ഒന്ന് ചരിച്ച് സ്ലോപ്പ് പോലെ മാർക്ക് ചെയ്തെടുക്കുക. 1 ഇഞ്ച് എന്നൊക്കെ പറയുന്നത് എപ്പോഴും ഒരു സ്റ്റാൻഡേർഡ് മെഷർമെൻ്റാണ് സ്ലോപ്പിൻ്റെ കാര്യത്തിൽ. അത് ഓരോ ബോഡി ടൈപ്പിനനുസരിച്ച് മാറും. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് കണ്ടിരിക്കുക കേട്ടോ. ഇനി നമുക്ക് ആം ഹോളിൻ്റെ മാർക്കിങ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഏറ്റവും അവസാനം വരച്ച ലൈനില്ലേ, അവിടുന്ന് താഴേക്ക് ഒരു 6.5 ഇഞ്ചിൽ ഞാനിവിടെ ഒരു ലൈൻ എടുക്കുവാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചെടുക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് ഫോക്കസ് ഔട്ട് ആയി പോയിട്ടുണ്ട്, അതൊന്ന് ഇഗ്നോർ ചെയ്തേക്കുക. ഇപ്പം 6.5 ഇഞ്ചിൽ സ്ട്രെയിറ്റ് ലൈൻ എടുക്കുക, ആം ഹോൾ ലൈനായിട്ട് അത് എടുക്കുക. എന്നിട്ട് ഈ ലൈനിൽ, ഇപ്പോൾ ആം ഹോൾ ലൈനായിട്ട് എടുത്ത ആ ലൈനിൽ നമ്മൾ ഷോൾഡറിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ലേ 7 തയ്യൽ തുമ്പും, ഞാനിവിടെ 7 കഴിഞ്ഞിട്ടൊരു 1/2 ഇഞ്ച് എടുത്തിട്ടില്ല, 1/4 ഇഞ്ച് ഒരു പോയിൻ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതേ മേളിൽ കൊടുത്ത അതേ മാർക്കിങ് താഴേക്കും നീട്ടി ഇതേപോലെ വരച്ചു കൊടുക്കുക. എന്നിട്ടൊരു സ്ക്വയർ ഷേപ്പ് എടുക്കുക. ഇനി നമ്മൾ മാർക്ക് ചെയ്യേണ്ടതുണ്ടല്ലോ നമ്മുടെ ലെങ്ത് വരുന്ന ഭാഗങ്ങളാണ്. അതായത് ഷോൾഡറിൽ നിന്ന് ബസ്റ്റ് വരെയുള്ള ലെങ്ത് ഉണ്ടല്ലോ, നമ്മൾ നിപ്പിൾ പോയിൻ്റ് എന്നൊക്കെ പറയുന്ന ഭാഗം, അവിടം വരെയൊക്കെയുള്ള ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്യാം. അതിന് ശേഷം ഷേപ്പ് വരുന്നിടത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഹിപ്പ് എവിടെയാണോ വരുന്നത് അതും മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടുത്തെ കേസിൽ 9.5 പോയിൻ്റ് ലെങ്ത് എന്ന് പറയുന്നത്, 13.5 ഷേപ്പ് ലെങ്ത് എന്ന് പറയുന്നത്, 20 ഇഞ്ചാണ് ഹിപ്പ് ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ പോയിൻറ്റിൻ്റെ ലെങ്ത് എടുത്തിട്ട്, ബസ്റ്റ് പോയിൻറ്റിൻ്റെ ലെങ്ത് എടുത്തിട്ട് അവിടെയാണ് നമ്മൾ ബസ്റ്റിൻ്റെ മാർക്കിങ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്? ഇതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, സാധാരണഗതിയിൽ നമ്മൾ ചെയ്യാറ്, ഇപ്പോൾ ഈ ആം ഹോൾ ലൈൻ വരച്ചല്ലോ, ആ ലൈനിൽ തന്നെ നമ്മുടെ ബസ്റ്റിൻ്റെ മാർക്കിങ് 4-1 ലൂസും ആഡ് ചെയ്തിട്ട് 4-1 മാർക്ക് ചെയ്യുകയാണല്ലോ ചെയ്യാറ് സാധാരണ. അപ്പോൾ ചിലർക്കൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ, ബസ് സൈസ് ഒരു 34 ഉണ്ടെന്ന് വിചാരിക്കുക, അപ്പർ ചെസ്റ്റ് എന്ന് പറയുന്നത് ഒരു 32 ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ അപ്പർ ചെസ്റ്റ് വരുന്നിടത്ത് 32 കൊടുത്ത് ബാക്കി ഷേപ്പ് അതനുസരിച്ച് നമ്മൾ ചെയ്യുമ്പോഴത്തേനും ബസ്റ്റിൻ്റെ അവിടെ കുഴപ്പമില്ലായിരിക്കും, പക്ഷെ കക്ഷത്തിൻ്റെ അവിടെ അല്ലെങ്കിൽ ആ അണ്ടർ ആംസിൻ്റെ അവിടെ ഇങ്ങനെ തുണി ഇങ്ങനെ ചുരുണ്ട് നിൽക്കുന്ന പോലെ നമുക്ക് തോന്നും. അതേപോലെ ഈ ഒരു മെത്തേഡ് നമുക്ക് ഫോളോ ചെയ്യുമ്പോഴത്തേനും കുറച്ചുകൂടെ ഷേപ്പ്, ബസ്റ്റിൻ്റെ ഷേപ്പ് നന്നായിട്ട് എടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. ഈ സംഭവം ഒരു പേഴ്സണൽ ചോയ്സ് ആയിട്ട് എടുക്കാവുള്ളൂ. കാരണം എല്ലാവർക്കും അങ്ങനെ കൊടുക്കുന്നത് ഇഷ്ടമല്ല. എല്ലാവർക്കും ഈ ബസ്റ്റിൻ്റെ ഷേപ്പ് പ്രോപ്പറായിട്ട് വരുന്നത് ഇഷ്ടമല്ല. ചിലർക്കത് ഇഷ്ടമാണ്. അത് നമ്മൾ കസ്റ്റമറിൻ്റെ റിക്വയർമെൻറ്റ് നോക്കിയിട്ട് വേണം അത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ഞാൻ ആ പറഞ്ഞ ലൈൻസൊക്കെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് എടുക്കുന്നതേ ഉള്ളൂ. ഇനി ചില കേസിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, അപ്പർ ചെസ്റ്റിനേക്കാളും ഫുൾ ബസ്റ്റ് ഒരു 3 അതിനേക്കാളും കൂടുതൽ വ്യത്യാസം വരും. അതായത് കക്ഷഭാഗത്ത് വീതി കുറവും ബസ്റ്റിലേക്ക് വരുമ്പോഴത്തേനും നല്ല വീതി വ്യത്യാസവും വരുന്നവരുണ്ട്. അവർക്കെന്ന് പറഞ്ഞാൽ നമുക്ക് സൈഡിൽ ഡാർട്ടൊക്കെ ഇട്ട് കൊടുക്കേണ്ടതായിട്ട് വരും. എപ്പോഴാണ് ഷേപ്പ് വേണമെന്ന് പറയുവാണെങ്കിൽ, അല്ലാത്ത കേസിൽ നോർമലി നമ്മൾ ചെയ്യുന്ന പോലെ അങ്ങ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഇവിടെ എത്ര ലൈൻസ് വന്നിട്ടുണ്ട്? ചെസ്റ്റ് ലൈൻ വന്നു, ബസ്റ്റ് ലൈൻ വന്നു, ഷേപ്പ് ലൈൻ വന്നു,
ഹിപ്പ് ലൈൻ വന്നു. അപ്പോൾ ഇനി നമുക്ക് വണ്ണം മാർക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ സാധാരണ ചെയ്യാറ് ലൈനിങ് ഉള്ളൊരു ടോപ്പാണ് തയ്ക്കാനുള്ളതെന്നുണ്ടെങ്കിൽ ഇപ്പം എത്രയാണോ ബോഡിയിൽ നിന്ന് കിട്ടുന്ന അളവ് അതിൻ്റെ കൂടെ 2 ഇഞ്ച് ലൂസ് ആഡ് ചെയ്തിട്ടാണ് മാർക്ക് ചെയ്യാറ്. ഹിപ്പിൻ്റെ അവിടെ മാത്രം, അതായത് ആ സ്ലിറ്റിൻ്റെ ഭാഗത്ത് മാത്രം 1 ഇഞ്ചാണ് ലൂസ് കൊടുക്കാറ്. അപ്പോൾ ഇവിടെ ഹിപ്പിൻ്റെ അളവെന്ന് പറയുന്നത് 36 ഇഞ്ചാണ്. 36 ഇഞ്ചിൻ്റെ കൂടെ ഹിപ്പിൻ്റെ ഭാഗത്ത് മാത്രം ഞാൻ 1 ഇഞ്ചാണ് ലൂസ് ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ 36 1 37. 37ൻ്റെ 4/1 ഭാഗം കണ്ടുപിടിക്കുക. അതെന്ന് പറയുന്നത് 9.25 ആ 9.25 അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ആഡ് ചെയ്തിട്ട് മാർക്ക് ചെയ്യാം. ഇനി ഞാൻ ആഡ് ചെയ്യുന്നത് വേസ്റ്റ് റൗണ്ടിൻ്റെ മെഷർമെൻ്റ് ആണ്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് 26 ഇഞ്ചാണ് വേസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത്. ഈ 26ൻ്റെ കൂടെ ഞാൻ ലൂസായിട്ട് 2 ഇഞ്ച് ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമുക്ക് 28 കിട്ടി. 28ൻ്റെ 4 എന്ന് പറയുന്നത് 7 ഇഞ്ചാണ്. അപ്പോൾ ഇവിടെ നമുക്ക് 2 ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 ഇഞ്ച് അങ്ങനെ അങ്ങ് മാർക്ക് ചെയ്യാം. പിന്നെ ടക്ക് വേണമെന്നുണ്ടെങ്കിൽ അഡീഷണലായിട്ട് ടക്കും കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ തൽക്കാലം എനിക്ക് കുറച്ച് ഷേപ്പ് എടുക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ഞാനിവിടെ എക്സ്ട്രാ 3/4 ഇഞ്ച് ടക്കിനായിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ടക്ക് കൊടുക്കുകയാണെങ്കിൽ ഈ ബാക്കിലുണ്ടാകുന്ന ചുളിവുകളൊക്കെ നമുക്ക് കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ടക്ക് കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇനി നിങ്ങൾക്കത് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഒഴിവാക്കാം. ഇനി നമ്മൾ ആഡ് ചെയ്യുന്ന മെഷർമെൻറ്റ് ബസ്റ്റിൻ്റെ മെഷർമെൻറ്റാണ്. ആ പോയിൻ്റ് ലൈൻ വരച്ചില്ല, 9.5 ലൈൻ വരച്ചെടുത്താണ് നമ്മൾ ഈ മെഷർമെൻറ്റ് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ബോഡിയിൽ നിന്നുള്ള മെഷർമെൻറ്റ് 33 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് ആഡ് ചെയ്യുമ്പോഴത്തേനും 35 കിട്ടും. അതിൻ്റെ 4/1 ഭാഗം എന്ന് പറയുമ്പോൾ 8.25 എന്ന് കിട്ടും. ഈ 8.25 നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാൻ പറഞ്ഞ മാതിരി നമുക്ക് ഒരു ഓപ്ഷൻ ഉള്ളത് 3 ലൈൻ ഫോർമാറ്റ്, അതായത് ചെസ്റ്റ്, വേസ്റ്റ്, ഹിപ്പ്. ഓക്കെ, ഇതിനകത്ത് അഡീഷണലായിട്ട് വന്നിരിക്കുന്നത് ബസ്റ്റ് ലൈൻ മാത്രമാണ്. 3 ലൈൻ ഫോർമാറ്റിലാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ചെസ്റ്റിൽ മാത്രം, ചെസ്റ്റ് ലൈൻ അല്ലേ ആ കഷക്കുഴിയുടെ ആ മാർക്കിങ്, അവിടെ ബസ്റ്റിൻ്റെ മാർക്കിങ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന കേസിൽ നിങ്ങൾക്ക് കഷത്തിൻ്റെ അവിടെ കുറച്ച് തുണി ചുളിഞ്ഞ് നിൽക്കുന്നുണ്ടെങ്കിൽ ഈ 4 ലൈൻ ഫോർമാറ്റ് യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ഈ ചെസ്റ്റ് ലൈനിൽ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റിൻ്റെ കൂടെ ലൂസ് ആഡ് ചെയ്തിട്ട് അതിൻ്റെ 4/1 ഭാഗം അങ്ങനെ എടുക്കാം. ഇനി ചെസ്റ്റ് ലൈനിൽ ചെസ്റ്റിൻ്റെ മാർക്കിംഗ് കൊടുക്കാതെ തന്നെ നമുക്കൊരു കേർവ് സ്കെയിൽ, ഇതേമാതിരി ഒരു കേർവ് സ്കെയിലുണ്ടെങ്കിൽ ലൈറ്റായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ സ്കെയിൽ യൂസ് ചെയ്തിട്ടാണ് ഷേപ്പ് ചെയ്യുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഇവിടെ ചെസ്റ്റും ബസ്റ്റും തമ്മിൽ ഭയങ്കര വലിയ വ്യത്യാസവും ഇല്ല. അതുകൊണ്ട് തന്നെ ആ കഷത്തിൻ്റെ അവിടെ ചുളിഞ്ഞ് നിൽക്കുന്ന പ്രശ്നം അങ്ങനെ ഇല്ല. ഇനി നമ്മൾ കറക്റ്റ് ആ സ്കെയിൽ യൂസ് ചെയ്തിട്ട് നമ്മൾ ഷേപ്പൊക്കെ റെഡിയാക്കി വരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ബസ്റ്റിൽ നിന്ന് ഷേപ്പ് വരേക്കുള്ളതും അവിടെ നിന്ന് ഹിപ്പിലേക്കുള്ളതൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് വരച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ചെസ്റ്റ് ഫ്ലാറ്റായി പോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ബസ്റ്റിൻ്റെ ഏരിയ ഫ്ലാറ്റായി പോകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഷേപ്പ് എടുത്ത് തന്നെ കട്ട് ചെയ്താൽ മതിയേ. പിന്നെ നമുക്ക് വേസ്റ്റിൽ നിന്ന് ഹിപ്പിലേക്ക് 2 രീതിയിൽ മാർക്ക് ചെയ്യാം. ഒന്ന് ഇതേപോലെ, ഇപ്പോൾ ഈ ഒരു A ഷേപ്പില്ലേ അതുപോലെ നമുക്ക് പിടിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ തിരിച്ച് ഒരു C ഷേപ്പിൽ നമുക്ക് പിടിക്കാം. അപ്പോൾ ഞാൻ ഈ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലായിട്ടുള്ള രീതികളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് ഏത് രീതിയിലാണോ മനസ്സിലാകുന്നത് അതുപോലെ നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തല്ലോ, അതും ഇതുപോലെ നമ്മൾ കണക്ട് ചെയ്തെടുക്കുക. ഇനി നമ്മൾ സ്ട്രെയിറ്റ് ആണ് തയ്ക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ താഴേക്ക് സ്ട്രെയിറ്റ് എടുക്കുക. അല്ല A ലൈനാണ് തയ്ക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ താഴേക്ക് A ലൈൻ്റെ ഷേപ്പും കൊടുക്കുക. അപ്പോൾ താഴേക്കുള്ള ഏകദേശ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് കറക്റ്റ് ചെയ്യേണ്ടത് എവിടെയാണ്? ആം ഹോളാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രോപ്പർ ഇപ്പോൾ ഫുൾ ഷോൾഡർ എടുത്ത കേസിൽ മാർക്ക് ചെയ്യുന്ന മെത്തേഡാണ് പറഞ്ഞു തരുന്നത്. ആം ഹോളിൻ്റെ കാര്യമാണ്. ഇപ്പോൾ നിലവിൽ നമ്മൾ ആം ഹോൾ ഡെപ്തായിട്ട് എടുത്തിരിക്കുന്നത് 6.5 ഇഞ്ചാണ്. 6.5 ഇഞ്ചിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ ഒരു 3.25 ഇഞ്ചുണ്ട്. ഈ 3.25 ഇഞ്ചിൽ ലൈറ്റായിട്ടൊരു മാർക്കിംഗ് കൊടുത്ത ശേഷം ഇതേമാതിരി ഫ്രഞ്ച് കർവ് സ്കെയിൽ യൂസ് ചെയ്തിട്ട് ഒന്ന് ലൈറ്റായിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മളിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം നമുക്ക് വേണ്ടിയ മെഷർമെൻറ്റ് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ഇവിടുത്തെ മെഷർമെൻ്റ് എന്ന് പറയുന്നത് 14 ഇഞ്ചാണ് ആം ഹോൾ മെഷർമെൻറ്റ്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് ഞാൻ ലൂസായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 14 15 15ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 7.5 ഇഞ്ച്. 7.5 ഇഞ്ച് കിട്ടുന്നുണ്ടോ എന്ന് നമ്മളിങ്ങനെ ടേപ്പ് വെച്ച് ചെക്ക് ചെയ്ത് നോക്കണം. ടേപ്പ് നമുക്ക് 2 രീതിയിൽ പ്ലേസ് ചെയ്ത് നോക്കാം. ഒന്ന് പറഞ്ഞ പോലെ മുകളിൽ ഇങ്ങനെ കുത്തി നിർത്തി ചെയ്യുന്ന മാതിരി, അല്ലാതെ മറ്റേത് റൊട്ടേറ്റ് ചെയ്തെടുക്കുന്ന മാതിരി. അപ്പോൾ എങ്ങനെ ചെക്ക് ചെയ്താലും നമ്മൾ തയ്യൽ വരുന്ന ഭാഗത്ത് കൂടെ വേണം ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ ഷോൾഡറിൻ്റെ 1/2 ഇഞ്ചില്ലേ അതും വിട്ടേക്കണം. ആ ഭാഗം അളക്കരുത്. എവിടെയാണോ തയ്യൽ വരുന്നിടം അവിടെ കൂടെ മാത്രമേ നമ്മൾ ചെക്ക് ചെയ്യാവുള്ളൂ. അപ്പോൾ ഇവിടെ 8 ഇഞ്ച് എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, 1/2 ഇഞ്ച് കുറവ് മതി. അപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ 6.5 മാറ്റി 6 ഇഞ്ച് എന്നുള്ള ലൈൻ എടുക്കുക.
എന്നിട്ട് നമ്മൾ ഈ ചെയ്തത് അതുപോലെ തന്നെ ചെയ്യുക. 6 ഇഞ്ച് എന്നുള്ളതിൻ്റെ പകുതി 3 ഇഞ്ച് എടുക്കുക. എന്നിട്ട് നമ്മൾ അത് ഈ താഴത്തേക്ക് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. ഏതാ നമ്മൾ ബസ്റ്റിൻ്റെ ഷേപ്പ് എടുത്തല്ലോ അതൊന്ന് മുകളിലേക്ക് ആക്കി കൊടുക്കുക. എന്നിട്ട് സ്കെയിൽ യൂസ് ചെയ്തിട്ട് വീണ്ടും കറക്റ്റ് ചെയ്ത് വരച്ചു കൊടുക്കുക. അളവെടുത്ത് ചെക്ക് ചെയ്ത് നോക്കുക. അങ്ങനെ നമ്മൾ നമ്മുടെ ബേസിക് പാറ്റേൺ ഒന്ന് റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഇതുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള പോലെ ഈ ബേസിക് പാറ്റേൺ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് പല 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 ഔട്ട്ഫിറ്റ് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇനി ഫുൾ ഷോൾഡർ അല്ല, ഷോൾഡർ റിഡക്ഷൻ വരുന്ന കേസ്, അതായത് കഴുത്തിറക്കം വരുന്ന കേസിൽ നമ്മൾ കഴുത്തിറക്കം വരുന്ന കേസുകളിൽ നമ്മൾ ഷോൾഡർ കുറച്ച് കൊടുക്കും. അതും നമുക്ക് ഈ പാറ്റേൺ ഉണ്ടെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് അടുത്തടുത്ത വീഡിയോസിലായിട്ട് കാണിച്ചു തരാം. ഇനി നമ്മൾ മറക്കാതെ ചെയ്യേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. നിങ്ങളിപ്പോൾ എടുത്തിരിക്കുന്ന മെഷർമെൻറ്റ്സ്, അതെന്തൊക്കെ മെഷർമെൻറ്റ്സ് ഉണ്ടോ അതെല്ലാം ആ പേപ്പറിലേക്ക് നോട്ട് ചെയ്ത് വെക്കണം. ഷോൾഡർ ആയിക്കോട്ടെ, പോയിൻ്റ് ലെങ്ത് ആയിക്കോട്ടെ, അതുപോലെ ആം ഹോൾ ലെങ്ത്, വിഡ്ത്ത് വരുന്ന എല്ലാ മെഷർമെൻറ്റും നിങ്ങൾ എന്തെല്ലാം മെഷർമെൻറ്റ് എഴുതിയിട്ടുണ്ടോ വരച്ചിട്ടുണ്ടോ അതെല്ലാം അതിനകത്ത് എഴുതി വെക്കണം. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് വെച്ചൊരു ഡ്രസ്സ് തയ്ക്കുമ്പോൾ അതിൽ നിങ്ങൾക്ക് എന്തൊക്കെ കറക്ഷൻസ് വരുത്തണം എന്നുള്ളത് അറിയാൻ കരുതിയിട്ട്. അതായത് ഒരു പ്രാവശ്യം നമ്മളൊരു മെഷർമെൻ്റ് എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേനും ചിലപ്പോൾ നിങ്ങളത് മറന്നു പോയേക്കാം, അല്ലെങ്കിൽ അത് എവിടെയും നോട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് മറക്കാനുള്ള സാധ്യതകളുണ്ടല്ലോ. അപ്പോൾ ഇന്നത് ചെയ്താൽ ഇന്നത് ശരിയാക്കാൻ പറ്റുമോ എന്നുള്ളത് അറിയണം. അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും നിങ്ങൾ ഈ ഫോർമാറ്റിൽ നിങ്ങൾ തയ്ച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കത് ടൈറ്റായെന്ന് വിചാരിക്കുക. അതിൻ്റെ അർത്ഥം നിങ്ങൾക്കത് ടൈറ്റായെന്ന് പറയുമ്പോൾ നിങ്ങളുടെ കംഫർട്ടിന് അത് കുറച്ചുകൂടെ ടൈറ്റാണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും സ്വല്പം ലൂസ് ഇടേണ്ടി വരും. അപ്പോൾ അതെന്ത് ചെയ്യാൻ പറ്റും, ഈ ചാർട്ടിലേക്ക് അത് നോട്ട് ചെയ്യാം, സ്വല്പം കൂടെ ലൂസ് വേണം എന്നുള്ളത്. അല്ലെങ്കിൽ നിങ്ങളൊരു ബുക്കിലാണെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ അടുത്ത പ്രാവശ്യം നിങ്ങൾ കട്ട് ചെയ്യുമ്പോഴത്തേനും അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേനും ഇതിൽ നിന്നൊരു സ്വല്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റിയെടുത്താൽ മതിയല്ലോ. അപ്പോൾ നിങ്ങളുടെ മെഷർമെൻറ്റ്സ് ഏതും ആയിക്കോട്ടെ, നിങ്ങൾ വൺസ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൽ നിന്ന് വരുന്ന ഇഷ്യൂസ് എന്തൊക്കെയാണ്, അതിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് പുറകെ റെഡിയാക്കാം. ഇതൊന്നും ഞാൻ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഭയങ്കര പ്രോ ആയിട്ട് തയ്ക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ. ഫ്രം ദ ബിഗിനിങ് തയ്ക്കണം എന്ന് വിചാരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്. ഇതേപോലെ ഒരു ചാർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കോളർ കുർത്തി തയ്ക്കാൻ പറ്റും, കഫ്താൻ തയ്ക്കാൻ പറ്റും, സിമ്പിൾ സ്ലിറ്റ് ടോപ്പ് അടിക്കാൻ പറ്റും, എ ലൈൻ അടിക്കാൻ പറ്റും. നെക്കിൻ്റെ പാറ്റേണും കാര്യങ്ങളൊക്കെ മാറുന്നതനുസരിച്ച് ചെറിയ ചെറിയ വേരിയേഷൻസ് വരുത്തി കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ടക്ക് നമ്മൾ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ടക്കും കൂടെ ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ടക്കിനെ കുറിച്ച് ഞാൻ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് അധികം എക്സ്പ്ലെയിൻ ചെയ്യാഞ്ഞത് കേട്ടോ. അപ്പോൾ ബേസിക് ഇതാണ്. ഇനി നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് കുഴിച്ച് വെട്ടുന്ന കാര്യം. അതായത് ഫ്രണ്ട് പീസിലേക്ക് വരുമ്പോഴത്തേനും നമ്മൾ ആം ഹോള് ഡെപ്ത് എടുത്ത് കുഴിച്ച് വെട്ടുമല്ലോ, ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാനായിട്ടുള്ളൂ. അപ്പോൾ അത് നമുക്കിത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പറയാവേ. അപ്പോൾ നമ്മൾ കുഴിച്ച് വെട്ടാൻ വേണ്ടിയിട്ട് 6 ഇഞ്ച് മാർക്ക് ചെയ്താൽ അല്ലേ ആം ഹോള് നമ്മളിപ്പോൾ എടുത്തത്, അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 3 ഇഞ്ചാണല്ലോ. ഈ 3 ഇഞ്ചിൻ്റെ ഇപ്പുറത്തേക്ക് അക്രോസ് ഫ്രണ്ട് എന്നുള്ള മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾ അക്രോസ് ഫ്രണ്ട് എന്നൊന്നും കേട്ട് ഞേട്ടൻ്റെ നമ്മുടെ പ്രീവിയസ് വീഡിയോസിനകത്ത് അതുണ്ട്. എന്നാലും ഞാൻ പറയാം, എങ്ങനെ പോയാലും ഒരു 3/4 ഇഞ്ചെങ്കിലും നിങ്ങൾ കുഴിച്ച് വെട്ടണം. നമ്മൾ യൂഷ്വലി എന്താ ചെയ്യുക, 1/2 ഇഞ്ചല്ലേ കുഴിച്ച് വെട്ടാറ്, അതല്ല, പകരം ഒരു 3/4 ഇഞ്ച് എടുക്കുക. ഇനി നല്ലപോലെ കുഴിവുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളൊരു 1 ഇഞ്ച് വരെ എടുക്കുക. അപ്പോൾ ഈ പറഞ്ഞ ടേംസ് ഉണ്ടല്ലോ, അക്രോസ് ഫ്രണ്ട് എന്നുള്ള മെഷർമെൻറ്റും അല്ലെങ്കിൽ അക്രോസ് ബാക്ക് എന്നുള്ള മെഷർമെൻറ്റും ഇതൊക്കെ അറിഞ്ഞിരിക്കണം. കാരണം നമ്മൾ മുന്നോട്ടുള്ള വീഡിയോസിൽ പല പല പാറ്റേൺസൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ 3 ഇഞ്ച് വരുന്നിടത്ത് ഉള്ളിലേക്കായിട്ടൊരു 3/4 ഇഞ്ച് മാർക്ക് ചെയ്ത ശേഷം ചരിച്ചൊരു ലൈൻ കൊടുത്തിട്ട് ഈ സ്കെയിൽ യൂസ് ചെയ്തിട്ട് ആ ഷേപ്പ് കറക്റ്റായിട്ടൊന്ന് എടുക്കുക. അപ്പം നമ്മൾ വരയ്ക്കുന്ന സമയത്ത് എന്തെങ്കിലും മിസ്മാച്ച് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്തൊക്കെ എടുക്കാം കേട്ടോ വരച്ചിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ ബേസിക് ചാർട്ട് പേപ്പർ റെഡിയാക്കി വെക്കുക കേട്ടോ. ബാക്കി നമുക്ക് പുറകെ പഠിക്കാം. അപ്പോൾ ശരി, അടുത്തൊരു വീഡിയോ കാണാൻ മതിയായിരിക്കും. ടാറ്റാ. കണ്ടോ എൻ്റെ കത്രികയൊക്കെ എടുത്തിട്ട് വെട്ടുക.